എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സ് ആണ്. വൈകിട്ട് ചായയുടെ ഒക്കെ ഒപ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 2 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മഞ്ഞക്കരു ഒന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് മുട്ടയുടെ ഈ ഒരു വെള്ളം മാത്രം ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താലും മതി. ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു 2 മുട്ടയുടെ വെള്ളയും. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി തിരപ്പൊടിയായിട്ട് കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി തിരി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ മാറി വരുന്ന സമയത്ത് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി, സവാള ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട, അത്യാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഇത് പെരുംജീരകമല്ല, ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഉടച്ചതിന് ശേഷം ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു 2 വെള്ളമില്ലേ, ആ ഒരു വെള്ളം ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിൽ തിരി ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവൊക്കെ നോക്കുക കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം, നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കുറച്ച് ഇതുപോലെ കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു ലെയറിൽ ഈ ഒരു മസാലയും ആദ്യത്തെ ഒരു ലെയറിൽ ഇതുപോലെ ഒരു ചീസും കൂടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സ്ലൈസ്ഡ് ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചീസ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാം. ചീസും കൂടെ വെച്ചിട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി ഇരട്ടി ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈസ്ഡ് ചീസിന് പകരം മൊസറല്ല ചീസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ബ്രെഡ് എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ബ്രെഡ് എടുക്കരുത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. കട്ട് ചെയ്ത് മാറ്റാതെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഈ ഒരു സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയും ഈ ഒരു പരത്തി എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ഒരു മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഉള്ളിലേക്ക് ആക്കി ഇതുപോലെ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ പതിയെ ഞാനൊന്ന് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ആദ്യത്തെ ലെയറായിട്ട് ഒരു ചീസും രണ്ടാമത്തെ ലെയറായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു മസാലയും വന്നിട്ടുണ്ട്.
ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പം ഈ ഒരു സെയിം രീതിയിൽ ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരുപാട് കട്ടിക്കുമല്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസും ആക്കാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മൈദയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു ബാറ്റർ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് നമുക്ക് നമ്മളൊരു സൈഡെല്ലാം ബ്രെഡിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, ഈ ഒരു കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗവും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഇത് കോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു കോട്ടിങ്ങിനായിട്ട് ഇതുപോലെ കോൺഫ്ലക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ചധികം കോൺഫ്ലക്സ് എടുത്തിട്ട് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. നന്നായിട്ട് മിക്സിയിലൊന്നും ഇട്ട് അത്രയും ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിട്ടെടുക്കരുത്. ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മളൊന്ന് ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില തീരെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു മൈദയുടെ ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു കോൺഫ്ലക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു കോൺഫ്ലക്സ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൈദയുടെ ഒരു ബാറ്ററിൽ ഇതുപോലെ മുക്കി ആ ഒരു കോൺഫ്ലക്സിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലെ ഒരു മസാല ഒന്നും നമുക്ക് വെന്ത് കിട്ടണ്ട, പുറമേ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് പിന്നെ ഒരു ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കുക. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് തീ കുറയ്ക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാണല്ലോ, ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് ബ്രെഡ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. ആ ഒരു പൊട്ടറ്റോയുടെ ഒരു മസാല മാത്രം ഫിൽ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചീസും കൂടി ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ചീസൊക്കെ ആണെങ്കിലും കണ്ടില്ല, ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല കിഡിലനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.